സങ്കീർത്തനങ്ങൾ 1-3 വാക്യം പൊതുവിൽ വായിച്ച് സഹായിച്ചാലും അവസാന വാചകം മാത്രം എടുക്കുന്നു. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആര് ചെയ്യുന്നതൊക്കെയും? 1-ാം സങ്കീർത്തനത്തിലെ മനുഷ്യനെ നമുക്ക് ഇഷ്ടമാണ്. എന്നാൽ 1-ാം സങ്കീർത്തനത്തിലെ ആ നീതിമാനായ മനുഷ്യനോളം നാം എത്തിയിട്ടില്ല. 1-ാം സങ്കീർത്തനത്തിലെ ആ മനുഷ്യൻ ആണ് നാം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമാണ്. എന്നാൽ 1-ാം സങ്കീർത്തനത്തിലെ ആ നീതിമാനായ മനുഷ്യനോളം എത്താതുള്ള കുറവുണ്ട് എന്ന് നമ്മുടെ കണ്ണെ നോക്കി പറഞ്ഞാൽ നമ്മളിൽ പലരും പിണങ്ങുകയും ചെയ്യും. എന്നാൽ സങ്കീർത്തനങ്ങൾ ഈ ഒന്നിനകത്തുള്ള നീതിമാനായ പുരുഷൻ, ഒന്ന് ശ്രദ്ധിച്ച്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാത്ത, പാപികളുടെ വഴിയിൽ നിൽക്കാത്ത, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്ത, അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന, സ്തോത്രം, ആറ്റരിക്കത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെയുള്ള, സ്തോത്രം, ഈ മനുഷ്യൻ താഴോട്ടുണ്ട്. ഈ മനുഷ്യൻ ആരാണ്? സ്തോത്രം, മനുഷ്യത്വത്തിൻ്റെ സമ്പൂർണ്ണ ഗുണലക്ഷണങ്ങൾ ഒത്തുകിടക്കും മനുഷ്യനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു. യേശു കർത്താവിൻ്റെ സമ്പൂർണ്ണ മനുഷ്യത്വത്തിലേക്ക് ശ്രദ്ധ വെച്ച് നോക്കിയാൽ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ശ്രേഷ്ഠനാണ് നമ്മുടെ കർത്താവ്. ഈ ഗുണലക്ഷണങ്ങളൊക്കെ നമ്മുടെ കർത്താവിലുണ്ട്. അപ്പം നമുക്കാകാൻ ഇങ്ങനാകാൻ ഇഷ്ടമാണ്. എന്നാൽ പുതിയ നിയമ വിശ്വാസികളോടത് പറയുമ്പോൾ ആ 1-ാം സങ്കീർത്തനത്തിലെ ക്രിസ്റ്റോളജി എന്താണ് എന്ന് ചോദിച്ചാൽ ആ നീതിമാനായ പുരുഷൻ ക്രിസ്തുവാണ്. ക്രിസ്തുവേശുവിൽ കൂടെ നമുക്ക് അങ്ങനെയാകാം. പ്രിയമുള്ളവരെ, അവൻ ചെയ്യുന്നതൊക്കെയും എന്ത് ചെയ്യും? സാധിക്കും. നമ്മൾ ചെയ്തതൊക്കെ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ സമ്പൂർണ്ണ മനുഷ്യത്വത്തിൽ നിന്ന് 30, 40, 50, 60, 70, 75, 80 വർഷം കൊണ്ട് നമ്മൾ ചെയ്ത ധീര വീര ശൂര പരാക്രമണങ്ങളൊക്കെ അടങ്ങിയ വീര്യപ്രവർത്തികൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പൂർത്തീകരണത്തിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? നാം ചെയ്തതെല്ലാം സാധിച്ചിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല നമ്മൾ ചെയ്തത് എല്ലാം സാധിച്ചെന്ന്. എല്ലാം സാധിച്ചിരുന്നെങ്കിൽ നമ്മൾ ആരല്ലേ? നാം ചെയ്തതെല്ലാം സാധിച്ചിട്ടില്ല ഇന്ന് വരെ. എന്നാൽ വേഷത്തിൽ മനുഷ്യനായി അവനീ മുഖത്തിൽ അവതരിച്ച നസറേയനായ യേശു ക്രിസ്തു എന്ന ശ്രേഷ്ഠൻ ഈ അവനീ മുഖത്ത് വന്ന് ചെയ്തത് എല്ലാം സാധിച്ചത് കൊണ്ടാണ് യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത്, അവൻ സകലതും. ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? കാരണം ക്രിസ്തുവേശുവിന് അസാധ്യമായത് ഒന്നുമില്ല. അവൻ ചെയ്യുന്നതൊക്കെയും എന്ത് ചെയ്യും? അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം സാധിക്കണ്ടേ? ക്രിസ്തുവേശുവിൽ കൂടെ അവൻ്റെ നാമത്തിൽ ആശ്രയിച്ച്, അവൻ്റെ കൃപയിൽ ആശ്രയിച്ച് നാം ചെയ്യുന്നത് സാധിക്കും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. വരുന്നൊരാഴ്ചയിലെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ ഈ വരുന്ന ആഴ്ചയിൽ, ഇന്ന് സഭായോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്നതിന് ശേഷം ഈ ആഴ്ചക്കുള്ളിൽ ചെയ്തു തീർക്കേണ്ട പദ്ധതികളുടെ വലിയൊരു ലിസ്റ്റ് നമ്മുടെ ഹൃദയത്തിനകത്ത് നീണ്ടു കിടപ്പുണ്ട് അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാൽ അടുത്ത ആഴ്ച കൃപായുഗം ശേഷിക്കുന്നെങ്കിൽ ഈ സഭായോഗത്തിൽ വന്നിരിക്കുന്ന അച്ചായന്മാരുടെ തോളത്ത് കെട്ടി ചോദിക്കാം, അച്ഛാ, കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് മനക്കോട്ട കെട്ടി ആഴ്ച കൊണ്ട് വരുന്ന ഈ ആഴ്ച കൊണ്ട് തീർക്കാൻ ചിന്തിച്ച് എല്ലാ കാര്യവും തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പൂർണ്ണതയില്ലാതെ ഒരു അവശേഷിപ്പ് വിഷയങ്ങൾക്കകത്ത് കാണാൻ പറ്റും. സ്തോത്രം. എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം,
ക്രിസ്തുവേശുവിൽ കൂടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, അവന്റെ നാമത്തിൽ ആശ്രയിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു സ്വപ്നക്കാരൻ ഓൾഡ് ടെസ്റ്റമെന്റില് അവനെ വിറ്റെടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ, വീട്ടിൽ വിറ്റെടുത്ത് വെച്ച് യോസേപ്പ് നമുക്കറിയാമല്ലോ, യോസേപ്പിനെ വിറ്റു. ചേട്ടന്മാർ എന്ത് ചെയ്തു? പൊട്ടക്കിണറ്റിന്ന് പൊക്കി. സ്തോത്രം. പിന്നെ തൊട്ടുപുറകെ എന്ത് ചെയ്തു? നമ്മളെ ആരെങ്കിലും വല്ലാതെ പൊക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, വൈകാതെ എന്ത് ചെയ്യും? വിൽക്കാൻ പൊക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തോണം? ജാഗ്രത ഉണ്ടാകണം. ചില ആളുകളെ പൊക്കി വിട്ടാൽ അവർ ഗുരുത്വാകർഷണത്തിന് മുകളിലേക്ക് അങ്ങ് പോയി കളയും. അപ്പൂപ്പൻ താടിയേക്കാൾ കനമില്ലാത്തവരായി അവർ മാറും. അപ്പൂപ്പൻ താടി കണ്ടിട്ടുണ്ടോ? ഇവിടെ എന്തോ പറയുന്നതെന്ന് എനിക്കറിയൂല. ആ താടി തന്നെ, അതിനേക്കാൾ കനമില്ലാത്തവരായിട്ട്, തൂക്കമില്ലാത്തവരായി നാം മാറിപ്പോകും. അതുകൊണ്ട് ആര് പൊക്കിയാലും ആര് താത്താലും ശ്രമിച്ചാലും പൊങ്ങും ചെയ്യരുത്, താഴും ചെയ്യരുത്. നമ്മുടെ നിലപാടിൽ നാം നിന്നോണം. സ്തോത്രം, സ്തോത്രം. അങ്ങനെ നിലപാടിൽ സ്ഥിരമാനസനായി നിൽക്കാൻ പറ്റിയാൽ വലിയ കുഴപ്പമില്ലാതെ എന്ത് ചെയ്യാം? മുമ്പോട്ട് പോകാം. അത്രയും പറഞ്ഞ് നിർത്തുക. നെക്സ്റ്റ്, വിറ്റ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പ്രയോഗമുണ്ട്. അത് മാത്രം ശ്രദ്ധയിൽ കൊണ്ടുവരിക. 39 ഉൽപ്പത്തി 3-ാം വാക്യത്തിനകത്തൊരു പ്രയോഗം കൊടുത്തിട്ടുണ്ട്. അവൻ ചെയ്യുന്നതൊക്കെയും. ഈ സാധിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അതിൻ്റെ അകത്തൊരു വാക്കുണ്ട്, യാഹ്വേ, യഹോവ സാധിപ്പിച്ചു. അവൻ ചെയ്യുന്നു ഒക്കെ എന്ത് ചെയ്യുന്നു? യഹോവ സാധിപ്പിക്കുന്നു. അപ്പോൾ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കാൻ കാരണം എന്താണ്? സ്തോത്രം. അതിൻ്റെ ഉള്ളിൽ യഹോവ, യാഹ്വേ എന്ന നാമമുണ്ട്. എന്നാൽ നാം ചെയ്യുന്നതൊക്കെയും നമ്മുടെ സ്വയത്താൽ നമുക്ക് സാധ്യതയില്ല. എന്നാൽ ക്രിസ്തുവേശുവിൽ കൂടെ അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നാം ചെയ്യുമ്പോൾ, കർത്താവ് നമ്മോട് കൂടെ നിന്നാൽ, ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ നിന്നാൽ, ആ മഹത്വമുള്ള നാമം നമ്മുടെ ഒപ്പം നിന്നാൽ, ആ നാമത്തിൽ എനിക്ക് സാധ്യതയുണ്ട് എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ഈ പ്രബോധന ചിന്തയ്ക്കകത്ത് നിന്ന് ഗ്രഹിക്കേണ്ട കാര്യം, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ചെയ്യും. അവൻ്റെ നാമത്തിൽ എനിക്ക് സാധ്യതയുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അവൻ്റെ നാമത്തിൽ സാധിക്കും, അവൻ്റെ നാമത്തിൽ സാധ്യതയുണ്ട്. ആ കർത്തൃകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.